ഹലോ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ഫോട്ടോ കൊടുക്കൽ ചടങ്ങാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം നിങ്ങൾ ഓൾറെഡി ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതുവരെ ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ഡ്രസ്സൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഏജിയോന്നാണ് കേട്ടോ. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കാം. പിന്നെ ഈ ഒരു ഇയറിംഗ് വന്നിട്ട് നമ്മുടെ സെസ്ത ഫാഷൻ ജ്വല്ലേഴ്സിൽ നിന്നാണ്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിലാണ് എൻ്റെ വീട് കേട്ടോ. പന്തലൊക്കെ ചെറിയ രീതിയിൽ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിഞ്ഞാലാണ് ഇത് കല്യാണം വരുന്നത്. അപ്പോൾ മുന്നേ തന്നെ നമ്മുടെ പുട കൊടുക്കൽ വേഗം തന്നെ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ആ ഒരു തിരക്കുന്ന ഒഴിവാവുമല്ലോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ കുറച്ച് കസിൻസ് മാത്രമേ ഉള്ളൂ, ആകെ 20 പേരേ ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കാം. പിന്നെ അവിടെ കുറേ പേരുണ്ട്. അപ്പോൾ അമ്മായിമാരെയും എല്ലാവരും നമുക്ക് കാണുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്ക് സൈഡ് ഇങ്ങനെയാണ് കേട്ടോ കാണിക്കുന്നത്. ഇനി എന്നെ കാണുന്നുണ്ടാവില്ല. ഇനി ഇവിടെ കുറേ പേരെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീട്. ഇത് ഇപ്പുറത്ത് തന്നെ വിളിച്ചൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞാൻ മെയിനായിട്ട് ഇരുന്നിട്ട് ചെയ്യുന്ന. ഇവിടെയാണ് ഞാൻ ഈ ഒരു മാവിൻ്റെ മാവ് വലിയൊരു മാവ് കേട്ടോ. അപ്പോൾ മാവിൻ്റെ ചോട്ടിലൊക്കെയാണ് ഞാൻ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാറ്. പിന്നെ മിക്ക എൻ്റെ ഫോട്ടോസും ആ ഒരു ജനലയില്ലേ, ആ ഒരു ജനലയുടെ അവിടെ വെച്ചിട്ടാണ് ഞാൻ ഫോട്ടോസൊക്കെ എടുക്കാറ് കേട്ടോ. ഇവിടെ നല്ല ഒരു ഫുള്ള് പച്ചപ്പാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല രസമാണ്. ഇവിടെയൊക്കെ മൊത്തം പച്ചപ്പാണ്. ഇവിടെ ലാസ്റ്റത്തെ 2 വീടാണ് ഞങ്ങളുടെ വീട് കേട്ടോ. അപ്പോൾ അതേ അമ്മ വരുന്നുണ്ട്. അപ്പോൾ അതേ ഇവിടെ ഫുള്ളായിട്ട് ഏത് വീഡിയോ ആദ്യ ചേച്ചിടയിൽ അപ്പോൾ അതേ അമ്മൂൻ്റെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഫോട്ടോഗ്രാഫറൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇതിങ്ങനെ ജസ്റ്റ് ഇവിടെ കുറച്ച് സ്ഥലമുണ്ട്. പിന്നെ ഇവിടെയാണ് ഞങ്ങൾ പന്തലിട്ടിരിക്കുന്നത്. അപ്പോൾ അതേ ഉള്ളിലോട്ട് പോവാം. ഉള്ളിൽ കുറച്ചൊരു തിരക്കായിരിക്കട്ടെ എല്ലാവരും. അപ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. കല്യാണത്തിനായാലും വേറെ പരിപാടികളൊന്നുമില്ല, എത്ര പരിപാടികൾ തന്നെയുള്ളൂ. ഇനി അകത്തേക്ക് ചെല്ലുമ്പോൾ കുറച്ച് തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് വേഗം അകത്തേക്ക് പോകാം. ഇനി ചിലപ്പോൾ അകത്ത് ഇങ്ങനെ ബഹളമായതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ അങ്ങ് കൊടുക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചിലർക്കൊക്കെ ഭയങ്കര നാണക്കേടാണ് ഇങ്ങനെ പോകാൻ. അപ്പോൾ നമുക്കിത് അവിടെ ബ്യൂട്ടീഷ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അവരിങ്ങനെ ഫോട്ടോസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ളിലേക്ക് ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി തരാം. ഇവർ രണ്ടാളും മാച്ചിനാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട്. ഞാൻ ഓൾറെഡി വീഡിയോ നമ്മുടെ ഹോം ടൂർ കാണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് പിന്നെ ചെയ്യട്ടെ, ഇതിപ്പോൾ തിരക്കിലാണ്. അപ്പോൾ ഇവിടെ ചക്കി ഇരിക്കുന്നുണ്ട്. ഇവിടെ കുറേ പേര് കസിൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ വീടൊക്കെ ഞങ്ങൾ അടിപൊളിച്ച് വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഈ റൂമിലാണ് മൊത്തം ആൾക്കാർ. ഇത് വല്യമ്മ, ഇത് സബിത മാം, അച്ഛമ്മ, അമ്മായി. ഒരു ഹായ് പറഞ്ഞോ, ഹായ് പറയ്. ആരുമില്ല, ഞാൻ വീഡിയോ ചെയ്യണം. അപ്പൊ ഇവിടെ അമ്മൂനെ ലാസ്റ്റ് കാണിക്കണല്ലോ. ക്ഷീണമായി ഹായ് പറഞ്ഞോ ചക്കി. അമ്മ ദേ കുട്ടു, മല്ലികമ്മായി, 5 അമ്മായിമാരുണ്ട് കേട്ടോ. അപ്പോൾ ഓരോ അമ്മായിമാരെ ഞാൻ പിന്നെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. ദേ ഇവിടെ പറയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ഞങ്ങളിപ്പോൾ പുതിയതായിട്ട് ഒട്ടിച്ച കേട്ടോ, ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ ഒരു ലുക്കിൽ ഇവിടെയാണ് ടേബിൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, ടേബിളിൻ്റെ ആ ഒരു ഭാഗത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്താണ് ഞാൻ മോസ്റ്റ്ലി വീഡിയോ ചെയ്യാറ്. പിന്നെ ഇത് അടുക്കളയിൽ പാരുമില്ല, അടുക്കളയൊക്കെ ക്ലീൻ ആക്കി ഇട്ടിരിക്കുകയാണ്. ഫുഡ്, അതിനുള്ള ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. രാവിലെ ഇപ്പോൾ ഒരു ഏകദേശം 12 മണിയായി. അവർ 1 മണിയൊക്കെ ആകുമ്പോൾ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഫുഡ് റെഡി ആയിട്ടുണ്ട്. ഫുഡൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻ കറി അതൊക്കെ ഇത് പൊളിക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാം ഓപ്പൺ ആക്കിയിട്ടില്ല, ഫുള്ള് ക്ലോസ് ആണ്. ഇതാണ് ഞങ്ങളുടെ ബാക്ക് സൈഡിൽ മൊത്തം ഇപ്പോൾ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇന്നാളെ പറഞ്ഞില്ലേ, ബാക്ക് സൈഡിൽ ഞങ്ങൾ മൊത്തം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയ ഫുഡിൻ്റെ അവിടെ നിന്ന്. അപ്പോൾ നമുക്ക് ഇനി വീട്ടിലേക്ക് പോകട്ടെ. അധികം പേര് ഇനി അവരൊരു കുറച്ച് പേര് വരുള്ളൂ. ഇപ്പോൾ ഇവിടെ കുറച്ച് ചടങ്ങുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോൾ ഇവിടെ ചോറ് ഇവിടെ വന്നിട്ടുണ്ട്. ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. വീഡിയോസ് എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇട്ടോ കാണാം.
അമ്മ നന്നായിട്ട് പോസൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ വീഡിയോ ഉണ്ട്, പിന്നെ ഫോട്ടോസ് ഞാൻ പിന്നെ എപ്പോഴെങ്കിലും കാണിക്കാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഞങ്ങൾക്ക് ഇന്ന് ലേറ്റ് ആവും കുറച്ച്. അവർ വരണം, അവർ ആലപ്പുഴയിലാണ് വരുന്നത്. അപ്പോൾ ലേറ്റ് ആവും. അപ്പോൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ എല്ലാവരും കുറച്ചൊരു ഫ്രീ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫോട്ടോസൊക്കെ അതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ആദ്യം തന്നെ ഫാമിലിയൊക്കെ ഫോട്ടോസ് എല്ലാം കഴിഞ്ഞ് ഇനി അവരെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ സ്ഥലം മാറി, ഈ സ്ഥലം മാറിയിട്ട് കുറച്ചും കൂടി ഫോട്ടോഷൂട്ട് രംഗങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതേ ഫോട്ടോ സെഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര പേര് തന്നെ ഉള്ളൂ കേട്ടോ, ഞങ്ങൾ അധികം പേരില്ല. ഇതാണ് ഞങ്ങളുടെ മെയിൻ സ്ഥലം. ഇതാണിത് നടുവിൽ നിൽക്കുന്ന അച്ഛൻ, പിന്നെ മറ്റേത് വെല്ലിച്ചൻ. അച്ഛനും വെല്ലിച്ചനും കണ്ടാൽ ശരിക്കും പരിചയമില്ലാത്തവർക്ക് നന്നായിട്ട് തെറ്റിപ്പോന്ന് പറഞ്ഞു. ഇത് പിന്നെ പാപ്പൻ വെല്ലിച്ചൻ. അപ്പൊ ഇവര് ആണ് ഇപ്പൊ ഈ കുടുംബത്തില് ഇവര് 3 പേരാണ്. പിന്നെ അമ്മായിമാര് 5 പേരാണ്. അപ്പൊ അത് കല്യാണത്തിന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഫുള്ളായിട്ട് കാണിച്ചു തരാം. ഇതാണ് ഈ ഒരു ഫാമിലി. ഫോട്ടോസ് ഇങ്ങനെ എടുത്തോണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ അമ്മായിമാര്. എന്റെ അമ്മോ, ശീലമ്മായി ഭയങ്കര ഹൈറ്റ് തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ ഓറഞ്ച് സാരി എടുത്തിരിക്കുന്നതാണ് മല്ലികമ്മായി, അതാണ് മൂത്തമ്മായി. പിന്നെ ഇപ്പുറത്ത് നിൽക്കുന്ന ഹൈറ്റിലുള്ള ശീലമ്മായി, പിന്നെ അപ്പുറത്തുള്ള ശീലമ്മായി, പിന്നെ എൻ്റെ മോളിൽ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അമ്മായിമാര്, പിന്നെ അതേ ഇവിടെ കുറച്ച് പേരുള്ളൂ, ഇത്ര പേരുള്ളൂ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ്. കുറച്ച് പേര് 20 പേരൊക്കെ ആയിട്ട് ചുരുക്കണ്ടേ, അതുകൊണ്ട് 20 പേരായിട്ടാണ് വിളിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് അച്ഛനും അമ്മയും കൂടിയിട്ട് എടുക്കുന്നുണ്ട്. ഞങ്ങളുടെ ഓൾറെഡി കഴിഞ്ഞു കേട്ടോ എടുത്തിട്ട്. അപ്പോൾ ഇതിൽ പറ്റിയെങ്കിൽ ഞാൻ ഫോട്ടോസും കൂടി ആഡ് ചെയ്യാം ലാസ്റ്റ്. ഇനി ഫോട്ടോസ് ചിലപ്പോൾ കിട്ടില്ല, അപ്പോൾ പിന്നീട് ഞാൻ എപ്പോഴെങ്കിലും ഷെയർ ചെയ്യാം. ചെക്കൻ്റെ വീട്ടുകാർ എത്തിയിട്ടാ. അപ്പോൾ ചെക്കൻ്റെ വീട്ടുകാർ വന്നു. അപ്പോൾ ഞങ്ങൾ അകത്തേക്ക് കയറാൻ പോവാട്ടോ. ഓക്കേ. ഇനിയിതേ പൊടുകൊടുക്കൽ ചടങ്ങാണ്. ജസ്റ്റ് അവർ സാരിയും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അവർ കൊടുക്കും, അത്രേ ഉള്ളൂ ചടങ്ങുകൾ, വേറെ ചടങ്ങുകളൊന്നുമില്ല. അപ്പോൾ അവിടെ നിന്ന് അതേ വന്നിട്ട് കൊടുക്കും.
കുടുവ കൊടുക്കട്ടെ 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 എന്ന് 3 പ്രാവശ്യം വന്നു. അപ്പൊ നീ വാങ്ങട്ടെ വാങ്ങട്ടെ വാങ്ങട്ടെ. ഇത് നോക്കിക്കോളട്ടെ വിളക്ക്. പുടവ കൊടുക്കട്ടെ പുടവ കൊടുക്കട്ടെ പുടവ കൊടുക്കട്ടെ പുടവ വാങ്ങട്ടെ പുടവ വാങ്ങട്ടെ ഇനി നമുക്ക് നമ്മുടെ ഫുഡിലോട്ട് കിടക്കാം കേട്ടോ. അതേ മീൻ വറുത്തതുണ്ട്, പിന്നെ എന്താണ് മീൻ കറി, മീൻ വറുത്തത്, ചിക്കൻ, പിന്നെ വെജുകാർക്ക് നമുക്ക് അവിയലുണ്ട്, കാളനുണ്ട്, തോരനുണ്ട്, മറ്റേ പാട്ടാണ് ഓർമ്മ, അച്ചിങ്ങ മച്ചിങ്ങ, പിന്നെ ചിക്കനുണ്ട്, പിന്നെ എന്താണ് സാമ്പാർ, അങ്ങനത്തെ കുറച്ച് വെജ് ഐറ്റംസും. എന്ന് വെച്ചാൽ കുറച്ച് പേര് വെജ് ഉണ്ടാവുമല്ലോ ഓൾറെഡി. അപ്പോൾ വെജും നോൺ വെജും ചോറാണ് ഇന്ന് ഈ ഒരു ചടങ്ങിന് വെച്ചിരിക്കുന്നത് കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തതാണ് ഇതൊക്കെ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ മെയിനായിട്ടും. ഇനി ഫുഡ് അടിക്കേണ്ട രംഗങ്ങൾ കുറച്ച് കാണിച്ചു തരാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വീഡിയോയിൽ വരൂട്ടാ നിങ്ങളൊക്കെ. ഞാനോ